പീപ്പിൾ ടിവി ഇംപാക്ട് സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് തുടരന്വേഷണ സാധ്യത പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് എസ്.പി. പി.കെ. മധുവിനെ ചുമതലപ്പെടുത്തി. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുക. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര സെക്രട്ടറി DGPയോട് ആവശ്യപ്പെട്ടു. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണ സാധ്യത ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് എസ്.പി. KG സൈമന്റെ നിലപാട്. എന്നാൽ ദിനംപ്രതി ഉയരുന്ന വെളിപ്പെടുത്തലുകൾ മുമ്പ് പരിശോധിച്ചതാണോ എന്നാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് ആരായുന്നത്. ബിജു രമേശ് അടക്കമുള്ളവർ തങ്ങളുടെ മൊഴി ക്രൈംബ്രാഞ്ച് എടുത്തിരുന്നില്ല എന്ന് പറഞ്ഞത് വിവാദമായിരുന്നു. എന്നാൽ ഈ ആരോപണം ക്രൈംബ്രാഞ്ച് SI സഹദേവൻ നിഷേധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉയർന്നുവരുന്ന ആരോപണങ്ങൾ വീണ്ടും പരിശോധിക്കണമെങ്കിൽ തുടരന്വേഷണം തന്നെ വേണ്ടിവരും. എന്നാൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടരന്വേഷണം പ്രഖ്യാപിക്കാമെന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് ശ്രദ്ധയിൽ വന്നപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് ഞാനൊരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അത് പരിശോധിക്കുകയാണ്. പുതിയ റെലവേഷൻസ് ഉണ്ടോ, അതോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണോ, ഇവരുടെ എല്ലാവരുടെയും മൊഴി പണ്ടെടുത്തിട്ടുള്ളതാണ് എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു തുറന്ന മനസ്സാണ്. അതിനിടെ വെള്ളാപ്പള്ളിക്കെതിരെ VS നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ DGPക്ക് നിർദ്ദേശം നൽകി. പിന്നാക്ക കോർപ്പറേഷനിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ വായ്പയ്ക്കെടുത്ത തുകകൾ കൂടിയ പലിശയ്ക്ക് SNDP ശാഖകൾ വഴി വിതരണം ചെയ്തു എന്ന ആരോപണമാണ് പോലീസ് അന്വേഷിക്കുക. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗത്തിനാവും ഇതിന്റെ അന്വേഷണ ചുമതല. സ്വാമിയുടെ മരണം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് SP P.K. മധുവിനോട് ഉന്നതങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ പ്രസ്താവനകളുമായി ആരോപണ വിധേയനായ വാടക കൊലയാളി പ്രിയനും ഒളിവിൽ കഴിയുന്ന സാബുവും രംഗത്തെത്തി. സ്വാമിയുടേത് മുങ്ങിമരണമെന്ന് തന്നെയാണ് ഇരുവരും പറഞ്ഞു. അതേസമയം ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി പോകേണ്ടത് കാശിയിലേക്കല്ല ജയിലിലേക്കാണെന്ന് പിണറായിയും VS പ്രതികരിച്ചു. ആലുവപ്പുഴയിൽ മുങ്ങിയ സ്വാമിയെ പിന്നീട് കണ്ടിട്ടില്ലെന്നും സ്വാമിയുടേത് മുങ്ങിമരണമാണെന്നും ഒളിവിൽ കഴിയുന്ന സാബു പറഞ്ഞു. അപ്പോൾ ഒരാൾ കുളിച്ചിട്ട് അല്ലെങ്കിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന ഒരു സമയം കാണാതിരുന്നപ്പോഴാണ് സ്വാമിജിയെ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയും. സ്വാമിജിക്ക് ഒരിക്കലും ശത്രുക്കളെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാബുവിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ട് വാടക കൊലയാളി പ്രിയനും രംഗത്തെത്തി. സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് എന്നെ അവര് ചോദ്യം വിട്ടേക്കുന്നത്. ഇനി ഒരു ചോദ്യം വന്നാൽ ഞാൻ തയ്യാറാണ്. ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി കാശിയിലേക്കല്ല ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പിണറായിയും VS പ്രതികരിച്ചു. എല്ലാ തെറ്റ് ചെയ്തവർക്കും പോകാനുള്ള സ്ഥലമാണോ കാശി വിശ്വനാഥന്റെ സ്ഥലം? തെറ്റ് ചെയ്തവർക്കുള്ളൊരു സ്ഥലമുണ്ട്, അതറിയില്ലേ? ഈ പറയുന്ന രീതിയിലൊരു തെറ്റാണെങ്കിൽ സ്ഥാനം കാശിയല്ല ജയിലാണ്, അത് മനസ്സിലാക്കണം. നടേശൻ ഉദ്ദേശിക്കുന്നത് പോലെ മോശപ്പെട്ട വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കേരളത്തിലാണെങ്കിൽ മലയാളിയാണെങ്കിൽ പൂജപ്പുരയാണ്. ശാശ്വതീകാനന്ദയുടെ മരണം പ്രത്യേക ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനിടെ പ്രതിഷേധമായി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് G. സുധാകരൻ വിട്ടുനിന്നു. ന്യൂസ് ഡെസ്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ശാശ്വതീകാനന്ദ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് ആലുവ കോടതിയിലെ മുൻ മജിസ്ട്രേറ്റ് വാസുദേവൻ. മുൻ ഹൈക്കോടതി ജഡ്ജിയും സ്വാമിയുടെ സഹോദരിയുമായ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഈ നിർദ്ദേശത്തെ അന്നത്തെ SNDP യോഗം പ്രസിഡന്റ് വിദ്യാസാഗർ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും മുൻ മജിസ്ട്രേറ്റ് വാസുദേവൻ പറഞ്ഞു. ശാശ്വതീകാനന്ദ സ്വാമി ആലുവ പുഴയിൽ മുങ്ങിമരിച്ച വിവരം അറിഞ്ഞയുടൻ അന്ന് ആലുവ കോടതിയിലെ മജിസ്ട്രേറ്റായിരുന്ന വാസുദേവൻ സംഭവസ്ഥലത്തെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതില്ല എന്നതായിരുന്നു പൊതു തീരുമാനമെങ്കിലും സംഭവസ്ഥലത്തെത്തിയ സ്വാമിയുടെ സഹോദരിയും ഹൈക്കോടതി ജഡ്ജിയുമായിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ അസ്വാഭാവിക മരണമായതിനാൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് വാസുദേവൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്താതെ സ്വാമിയെ സമാധി ഇരുത്തണമെന്നുള്ള ഒരു നീക്കമായിരുന്നു അവിടെ നടന്നത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും. അസ്വാഭാവിക മരണമാണ് നടന്നിരിക്കുന്നത്. ജഡ്ജി അപ്പോൾ വിവരം വിദ്യാസാഗർ വക്കീലിനോടും ഒക്കെ ധരിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം നമുക്ക് സമാധി ഇരുത്താൻ പറ്റത്തുള്ളൂ. വെള്ളത്തിൽ വീണുകിടന്ന സ്വാമിയെ കരയ്ക്ക് കയറ്റി പ്രാഥമിക ശുശ്രൂഷ നൽകവേ 1 മണിക്കൂർ മുൻപ് കഴിച്ച പാലിൻ്റെ അംശമാണ് പുറത്തു വന്നതെന്ന് സംഭവ ദിവസം ആശ്രമത്തിലുണ്ടായിരുന്ന ജയന്തൻ ശാന്തി പറഞ്ഞു. സ്വാമി ശാശ്വതീകാനന്ദ മരിച്ചിട്ട് 13 വർഷം പിന്നിട്ടെങ്കിലും
അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത്. ഈ കേസിൽ ഒരു പുനരന്വേഷണം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയേക്കും. ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും KM ഉമേഷ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള പത്രികാ സമർപ്പണം പൂർത്തിയായി. 1 ലക്ഷത്തോളം പേർ പത്രിക സമർപ്പിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്ക്. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമരവേദിയായിരിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ശാശ്വതീകാനന്ദയുടെ മരണം പ്രത്യേക ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടിയേരി കോഴിക്കോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ തിരിച്ചുവരവിന് തുടക്കം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രവർത്തനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വ്യക്തമായ രാഷ്ട്രീയ നയപ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFൻ്റെ സർക്കാരിനെ കുറിച്ചും ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയമായി ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ജനങ്ങൾ സ്വാഭാവികമായും വിലയിരുത്തൽ നടത്തും. ഇത്തരത്തിലുള്ള ഒരു കടുത്ത രാഷ്ട്രീയ സമരവേദിയായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. കണ്ണൂർ ആന്തൂർ നഗരസഭയിലെ CPIMന്റെ 10 സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. CPIMന്റെ 10 സ്ഥാനാർത്ഥികളും ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം പൂർത്തിയായിട്ടും UDFലെ സീറ്റ് വിഭജന തർക്കം തുടരുകയാണ്. മലപ്പുറത്തെ ലീഗ് കോൺഗ്രസ് തർക്കത്തിൽ KPCC ഇടപെട്ട് നടത്തിയ ചർച്ചയിലും തീരുമാനമുണ്ടായിട്ടില്ല. കൊല്ലം കോർപ്പറേഷനിലും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലും AI ഗ്രൂപ്പുകൾ വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ലീഗ് കോൺഗ്രസ് തർക്കം തീർക്കാൻ തിരക്കിട്ട ചർച്ചകളാണ് KPCC ആസ്ഥാനത്ത് നടന്നത്. മന്ത്രിസഭാ യോഗത്തിനു ശേഷം മലപ്പുറത്തെ കോൺഗ്രസ് ലീഗ് മന്ത്രിമാർ KPCC ആസ്ഥാനത്തെത്തി. KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ചയിലും തീരുമാനമുണ്ടായില്ല. ഇതോടെ മലപ്പുറത്തെ 16 തദ്ദേശ സ്ഥാപനങ്ങളിൽ ലീഗ് കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടം ഉറപ്പായി. ഏതാനും പഞ്ചായത്തിൽ പ്രശ്നങ്ങളുണ്ട്, ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ശരി തന്നെയാണ്. ഇനിയും ദിവസങ്ങളുണ്ട്. പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം തുടരുകയും ചെയ്യും. മുന്നണിക്ക് പുറത്തുള്ള പാർട്ടികളുമായി ധാരണയുണ്ടാക്കരുതെന്ന പെരുമാറ്റച്ചട്ടം ഇറക്കാനാണ് നേതൃത്വത്തിന്റെ ആലോചന. എന്തു വേണം എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ്, ആ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് എല്ലാ കക്ഷികളും ചർച്ച ചെയ്ത് അതിനൊരു അന്തിമ രൂപം നൽകും. കൊല്ലം കോർപ്പറേഷനിലും ലീഗ് കോൺഗ്രസ് തർക്കവും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് തർക്കവും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. കൊല്ലം കോർപ്പറേഷനിലും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലും AI ഗ്രൂപ്പുകൾ സ്ഥാനാർത്ഥികളെ വെവ്വേറെ പ്രഖ്യാപിച്ചു. റിബലുകളുടെ പത്രിക പിൻവലിപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് KPCC. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് സീറ്റ് തർക്കം രൂക്ഷം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൽ I ഗ്രൂപ്പ് ബഹളം. DCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിലാണ് INTUC നേതാവ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ I ഗ്രൂപ്പ് പ്രവർത്തകർ ബഹളം ഉണ്ടാക്കിയത്. രാജ്കുമാർ കൊല്ലത്തുനിന്ന്. രാജ്കുമാർ, വിശദാംശങ്ങൾ. ഇതിൽ 34 സീറ്റുകൾ മാത്രമാണ് കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസിന് ഭരിക്കാനുള്ളത്. ഇതിൽ ഈ 34 സീറ്റിൽ 50% AI ഗ്രൂപ്പുകൾ ഇങ്ങോട്ടും ഒരു പുതിയ തർക്കവുമായി രംഗത്ത് വന്നു. ഇതിനെ തുടർന്ന് സമവായ കമ്മിറ്റി ഉണ്ടാക്കുകയും സമവായ കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വെച്ചെങ്കിലും ഇതിൽ 14 സീറ്റ് വീതം 17 സീറ്റുകൾ വീതം വേണമെന്നുള്ള ഒരു ആവശ്യമായി A ഗ്രൂപ്പും ഉറച്ചു നിന്നതോടെയാണ് ഇത് മുഴുവനും വഴിമുട്ടിയത്. അത് മാത്രമല്ല, I ഗ്രൂപ്പിന്റെ ബന്ധപ്പെട്ട സമവായ കമ്മിറ്റിയിൽപ്പെട്ട 3 അംഗങ്ങളെ അറിയിക്കാതെയാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രധാന പരാതി. A ഗ്രൂപ്പ് നേതാവ് കൂടിയായ കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ വാർത്താ സമ്മേളനം വിളിക്കുകയും ആ വാർത്താ സമ്മേളനത്തിനിടയിലാണ് I ഗ്രൂപ്പ് നേതാവ് കൂടിയായ സുരേഷ് ബാബു, പ്രത്യേക സമവായ കമ്മിറ്റി അംഗം കൂടിയാണ്, തന്റെ അനുവാദം കൂടാതെയാണ്, തന്റെ അറിവോടുകൂടിയല്ല ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്, ഇത് ലിസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്ന് വാർത്താ സമ്മേളനം അലങ്കോലപ്പെട്ടു. ഇതിനെ തുടർന്ന് DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ വാർത്താ സമ്മേളനം മതിയാക്കി അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്.
രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തെ ലീഗ് കോൺഗ്രസ് തർക്കം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചതും നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷവും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. 2010 8 പഞ്ചായത്തുകളിൽ ഒതുങ്ങിയ LDFന് ഇത്തവണ 30 മുതൽ 40 പഞ്ചായത്തുകൾ വരെ ലഭിക്കും എന്നാണ് പ്രതീക്ഷ. 2010 പെരിന്തൽമണ്ണ നഗരസഭയും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും 8 പഞ്ചായത്തുകളും മാത്രമാണ് മലപ്പുറത്ത് ഇടതിന് ലഭിച്ചത്. വർഗീയ ഫാസിസ്റ്റുകളുടെ സാന്നിധ്യവും ഇതിനോടുള്ള UDFന്റെ മൃദു സമീപനവും ന്യൂനപക്ഷ സമുദായത്തിന് 70% വോട്ടുള്ള ജില്ലയിൽ ഇടതിന് അനുകൂലമാവും. ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവായിരിക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് കണക്കുകൂട്ടൽ. UDFിലാകട്ടെ മലപ്പുറം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിഭാഗീയതയും പകുതി തദ്ദേശ സ്ഥാപനങ്ങളിലും ചേരിതിരിഞ്ഞു നിൽക്കുന്നു. ഇതും LDFന് സാധ്യത നൽകുന്നു. ഞാൻ പറഞ്ഞാൽ ഇതിൽ പല തർക്കമുണ്ടാവും, ഇവർ തമ്മിലുള്ള തർക്കങ്ങളുണ്ടാവും. അവർ തർക്കിക്കുമ്പോൾ ആ തർക്കത്തിൻ്റെ അവിടെ അങ്ങനെ എന്താ പറയുക, ഒരു എന്താ പറയുക, മൂകസാക്ഷിയാവില്ലോ, രാഷ്ട്രീയല്ലേ. അതിന് നമ്മളെന്താ ചെയ്യുക, അവിടെ തർക്കം നടക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ നോക്കും. അത് സ്വാഭാവികമാണ് രാജ്യത്ത്. അതിലെന്താ ഒരു രണ്ടാൾ തർക്കിക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുക എന്താ കിട്ടിക്കോട്ടെ, അതിലൊരു അവിടെ പോയിട്ട് ഇല്ലാക്കാണ് തർക്കിച്ചോ ഞങ്ങൾ ഉടക്കം. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? പൊതു ഇതല്ലേ, പ്രാദേശിക തെരഞ്ഞെടുപ്പല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർ കിട്ടുന്നു രാഷ്ട്രീയ സദ്യക്ക് ഞങ്ങൾ പോകില്ല. അത് വളരെ ക്ലിയർ. 30 മുതൽ 40 വരെ പഞ്ചായത്തുകളിലും പകുതിയോളം നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജയിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. 32-ൽ 2 പേരുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്തിലെ അംഗസംഖ്യയും ഇത്തവണ ഉയർത്താനായേക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തോട്ടം തൊഴിലാളികളുടെ കൂലി വർധന ചർച്ച ചെയ്യാനുള്ള PLC യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. കൂലി പ്രശ്നത്തിൽ ഇന്ന് തന്നെ തീരുമാനം വേണമെന്ന് തോട്ടം ഉടമകളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, 350-ൽ ഉറച്ചു നിൽക്കുകയാണ് യൂണിയനുകൾ. എന്നാൽ 265-ന് അപ്പുറം നൽകാനാവില്ല എന്ന നിലപാടിലാണല്ലോ തോട്ടം ഉടമകൾ. അന്ത്യശാസനം നൽകിയിട്ടുമുണ്ട് സർക്കാർ തോട്ടം ഉടമകൾക്ക്. ഇന്ന് തന്നെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, മിനിമം വേതനത്തിന് 50 രൂപയുടെ വർധനവ് നൽകാമെന്നായിരുന്നു. അതായത് 282 രൂപ വരെ വർദ്ധിപ്പിക്കാമെന്നായിരുന്നു ആദ്യം തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികൾ PLC യോഗത്തിൽ, ഈ 6ാമത്തെ PLC യോഗത്തിലും എടുത്ത നിലപാട്. എന്നാൽ അതിൽ നിന്നും ഇപ്പോൾ തോട്ടം ഉടമകൾ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന സൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് മിനിമം വേതനം DA അടക്കം 300 രൂപ വരെ നൽകാമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 282 രൂപ വരെ തോട്ടം ഉടമകൾ വാഗ്ദാനം ചെയ്തപ്പോൾ അത് അംഗീകരിക്കാൻ തൊഴിലാളി സംഘടനകൾ തയ്യാറായിരുന്നില്ല. 300 രൂപയ്ക്ക് മുകളിൽ തേയില നുള്ളുന്ന തൊഴിലാളികൾക്കും റബ്ബർ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് 400 രൂപയ്ക്ക് മുകളിലും വേതനം ലഭിക്കണമെന്ന നിലപാടിൽ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇത് ഇന്ന് തന്നെ ഒരു ധാരണ ഉണ്ടാക്കുക എന്ന കർശന നിലപാടിനനുസരിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ധാരണയിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് സർക്കാർ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി 2 വിഭാഗമായിട്ടും ഇരുകൂട്ടരുമായും പ്രത്യേകം ചർച്ചകൾ നടക്കുകയുണ്ടായി. ഇപ്പോൾ PLC യോഗത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കാൻ, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ തന്നെ ഒരു തീരുമാനമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തേയില നുള്ളുന്ന തൊഴിലാളികൾക്ക് മിനിമം 300 രൂപ വേതനം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ധാരണയായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നും PLC യോഗം തീരുമാനമാകാതെ പിരിയുകയാണെങ്കിൽ നാളെ മുതൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ നേരത്തെ തന്നെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം സംയുക്ത ട്രേഡ് യൂണിയൻ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെമ്പിളി ഒരുമ പ്രവർത്തകരും തങ്ങളുടെ സമരം സെക്രട്ടേറിയറ്റ് പടിക്കിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തീരുമാനമാക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾ പിന്നിട്ട ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്ന്. കഴിഞ്ഞ ദിവസം പിടിയിലായ പിടികിട്ടാപ്പുള്ളി ആഡ് ആന്റണിക്ക് DNA പരിശോധന നടത്താൻ പോലീസ് തീരുമാനം. പിടിയിലായത് ആഡ് ആന്റണി തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനാണ് DNA പരിശോധന നടത്തുന്നത്. ഇയാളുടെ തിരിച്ചറിയൽ രേഖകൾ ശെൽവരാജ് എന്ന പേരിലായതിനാൽ ഭാവിയിൽ ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാനാണ് പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചത്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ താൻ ആഡ് ആന്റണി അല്ലെന്നും ശെൽവരാജ് ആണെന്നും ഇയാൾ പറഞ്ഞാൽ അത് തെളിയിക്കുന്നതിന് ശാസ്ത്രീയ പരിശോധന ആവശ്യമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ പാലക്കാട് വെച്ചാണ് ആഡ് ആന്റണിയെ പോലീസ് പിടികൂടിയത്. കൊച്ചിയിൽ 3 പേരെ തീവച്ചു കൊന്ന കേസിൽ കരാറുകാരനായ തമിഴ്നാട് സ്വദേശി തോമസ് ആൽവ എഡിസന് വധശിക്ഷ. ശമ്പള തർക്കത്തെ തുടർന്ന് തമിഴ്നാട്ടുകാരായ 3 തൊഴിലാളികളെയാണ് കരാറുകാരനായ തോമസ് ആൽവ എഡിസൺ തീവച്ചു കൊന്നത്. തൂത്തുക്കുടി സ്വദേശികളായ വിജയ്, സുരേഷ്, ഡെഫി എന്നിവരാണ് മരിച്ചത്. 2009 ഫെബ്രുവരി 22-നായിരുന്നു സംഭവം. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്.
പീഡിപ്പിക്കപ്പെടും എന്ന ഭയം കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി ആൺകുട്ടിയുടെ വേഷത്തിൽ കഴിയുകയാണ് പായൽ ഭാര്യ എന്ന 13-കാരി. അഹമ്മദാബാദിൽ ചെരുപ്പും ഷൂവും പോളിഷ് ചെയ്ത് ജീവിക്കുന്ന പെൺകുട്ടിക്കാണ് ഇത്തരമൊരു ദുരവസ്ഥ. പോളിഷ് ജോലിക്കായി വീട്ടിൽ നിന്ന് പുലർച്ചെ 4 മണിക്കെങ്കിലും ഇറങ്ങേണ്ടി വരും. മാത്രമല്ല വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും രാത്രി ഏറെ വൈകിയായിരിക്കും. ഈ സമയത്ത് താൻ പെൺകുട്ടിയാണ് എന്നാരെങ്കിലും തിരിച്ചറിഞ്ഞാൽ തനിക്ക് നേരെ പീഡന ശ്രമം ഉണ്ടായേക്കാം എന്ന ഭയമാണ് ആൺവേഷം കെട്ടാൻ പായലിനെ പ്രേരിപ്പിച്ചത്.